എല്ലാവർക്കും മാർക്കറ്റ് മൈൻഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ തൊട്ട് നമ്മുടെ മാർക്കറ്റ് മൈൻഡ് കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഓൾറെഡി കുറച്ച് വ്യൂസ് ഇന്നത്തെ മാർക്കറ്റിനെ പറ്റിയുള്ള കുറച്ച് വ്യൂസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിന്റെ ലിങ്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഒരു 9:22 ടൈമിൽ നമ്മൾ രാവിലെ ഒരു വ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒരു അപ്പ് സൈഡ് ആയിരുന്നു നമ്മുടെ ഒരു മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം മുതൽ നമ്മുടെ മാർക്കറ്റ് ജസ്റ്റ് അപ്പ് സൈഡ് മൂവ് ആയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു റേഞ്ച് വരെയാണ് മാർക്കറ്റ് മൂവ് ആയിരിക്കുന്നത്. അവിടെ നിന്നൊരു ഡൗൺ സൈഡ് എക്സ്പെക്ടേഷൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ബട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എഗെയിൻ മാർക്കറ്റ് ഒരു 10:39 ആ ടൈമിൽ, അതായത് ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്, ഞാൻ ഇപ്പോൾ ഷോ ചെയ്യാം. ഓക്കെ, ഈ ഒരു വ്യൂ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റ് ചെയ്തിട്ട് എഗെയിൻ മാർക്കറ്റ് ഫാൾ ആവുന്നുള്ളതായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ, നമ്മളത് ഓൾറെഡി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ ഒരു സിഗ്നൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്സൈഡ് മൂവ്മെന്റും നമ്മൾ ഒരു സിഗ്നൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ മാർക്കറ്റ് ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്തപ്പോഴും ഒരു പോസ്റ്റ് ചെയ്തു. ബട്ട് അത് നമുക്ക് ചെറിയൊരു പോയിന്റ് മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഷോ ചെയ്യാം ലാസ്റ്റ് ആയിട്ട്. ഫൈൻ. അഗെയിൻ മാർക്കറ്റ് ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്ന സമയത്ത് നമ്മളൊരു ഏകദേശം 11:46 ആ ടൈമിൽ ഒരു അപ്സൈഡ് വ്യൂ കൂടി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്സൈഡ് വ്യൂ ഉണ്ടായിരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബട്ട് മാർക്കറ്റ് സ്റ്റിൽ കൺസോളിഡേഷൻ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് വലിയ വ്യൂ മാത്രമായിരുന്നു അപ്സൈഡിലോട്ട്. പക്ഷെ ഒരു എൻട്രി മോഡൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ എൻട്രീസ് ഒന്നും തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അഗെയിൻ മാർക്കറ്റില് ഈ ഒരു അപ്സൈഡ് വന്ന സമയത്ത് ഒരു റീട്രസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു ക്വിക്ക് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്നും ഒരു അപ്സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാം. ഒരു 0 to ഹീറോ സിഗ്നൽ ആയിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തപ്പോഴും ഡൗൺ സൈഡ് പോയപ്പോഴും അത് സ്റ്റോപ്പ് ലോസ് കണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിന്നും മൊത്തം 3 ട്രേഡ്സ് ആണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ട്രേഡ്സും പ്രോഫിറ്റ് ആയി, ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്സൈഡ് മൂവ്മെന്റും അതേപോലെ തന്നെ ഈ ഒരു ഡൗൺ സൈഡ് ചെറിയൊരു ക്യാച്ചിങ്ങും കാര്യങ്ങളും ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് നടന്നു. പക്ഷെ അതിന് ശേഷമുള്ള മൂവ്മെന്റ്സ് എല്ലാം തന്നെ മാർക്കറ്റ് നടന്നില്ല, ജസ്റ്റ് കൺസോളിഡേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള മാർക്കറ്റ് വ്യൂ ഇത്രയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പെർഫോമൻസ് ഷീറ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയും നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് നമുക്കൊരു വ്യൂ ഉണ്ടായിരുന്നു. നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വ്യൂവും കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമ്മുടെ വ്യൂ കാര്യങ്ങൾ കാണാനുള്ളത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയിട്ടൊന്ന് ജോയിൻ ചെയ്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്